നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പള്ളി വെള്ളിക്കുളങ്ങര മേഖലകളിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. വലിയ കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് നേരെ ആക്രമണമുണ്ടായി. ഇഞ്ചക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ചു. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന് 48.5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര പൂന്തുലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പള്ളി വലിയ കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 5 അംഗ കുടുംബം ഒരു രാത്രി തള്ളി നീക്കിയത് ഭീതിയോടെ. ടാപ്പിംഗ് തൊഴിലാളിയായ കുന്നേക്കാടൻ ഷമീറയും കുടുംബവും താമസിക്കുന്ന പാടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:15 സംഭവം. പുറകിലെ റബ്ബർ തോട്ടം കടന്നാണ് ആനക്കൂട്ടം എത്തിയത്. വീടിന്റെ പുറകിനോട് ചേർന്നുള്ള അടുക്കള പൂർണ്ണമായും നശിപ്പിച്ചു. വെള്ളം ടാങ്ക്, പാത്രങ്ങൾ, മേൽക്കൂരയിലെ ഷീറ്റ്, കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർത്തു. ഷീറ്റ് തകരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടിയെഴുന്നേറ്റത്. അടുക്കള ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് പരിഭ്രാന്തരായ ഇവർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത്. പാടിക്ക് സമീപത്തു നിന്നും മാറിയെങ്കിലും കാട്ടിലേക്ക് കയറിപ്പോകാതെ ആനകൾ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ വലിയകുളം തോടിനു സമീപവും ആനക്കൂട്ടം ഉണ്ടായിരുന്നു. അതേ ആനകൾ തന്നെയാണ് ഇവിടെയും വന്നത് എന്നും വീട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 2:15 ഈ സംഭവം നടക്കണത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ മൂത്രമൊഴിക്കാൻ വേണ്ടി എനിറ്റായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ വീട്ടിൽ കയറിയപ്പോഴത്തേനും ഭയങ്കര ശബ്ദം കേൾക്കണു. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ഹെഡ്ലൈറ്റ് അടിച്ചിട്ട് നോക്കുമ്പോൾ ആന 2 അവിടെ നിൽക്കണം, മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള എൻ്റെ ഭാര്യനെ വിളിച്ചു. ഭാര്യ വിളിച്ചപ്പോൾ അവിടെ എണിറ്റപ്പോഴത്തേനും സാധനം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എനിട്ടുണ്ട്. ശബ്ദം കേട്ടു. അപ്പോൾ ഇത് തട്ടി പൊളിച്ചവരോടെ എല്ലാവരും എനിട്ടു. എൻ്റെ എല്ലാവരും മറ്റേ 2-3 സ്ഥലത്ത് നിന്ന് ഹെഡ്ലൈറ്റ് ഇങ്ങനെ അടിച്ചപ്പോൾ ആന വെച്ചാൽ ഇവിടെ നിന്ന് കയറി. അത് കയറിയിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ 2ാമത് പിടിക്കാൻ തന്നെ വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ ആട്ടിയിട്ടും പോച്ച വെച്ചിട്ടൊന്നും പോകണില്ല. തട്ടി ഓരോ നമുക്ക് തട്ടി നോക്കി ഒരു രക്ഷയില്ല. അവർ അനങ്ങൾ പോലും ഇല്ല. അവരെ ഇവിടേക്ക് തള്ളയും കുട്ടികളും ഉണ്ട്. ഒരു ചെറിയ ഇടത്തരം കുട്ടികളും ഉണ്ട്. പിന്നെ 4 തള്ളകൾ വലുതുമുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഒച്ച വെച്ചിട്ടും അവർ ഇവിടുന്ന് എന്തോ കണ്ട പോലെയാണ് അവർ വാഴ തിന്നാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയതായിരുന്നു. പക്ഷെ അവിടുന്ന് വരവ് കയറി ഈ ഇടച്ചാലും കൂടി വന്ന് ഇവിടേക്കൊണ്ട് ഇറങ്ങിയിട്ടാണ്. പിന്നെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം തട്ടി മറിച്ചിട്ട് പിടിച്ച് വലിച്ച് ആകെ ഇടിച്ച് പൊളിച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇഞ്ചക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മുല്ലക്കുന്നേൽ സന്തോഷിന്റെ പറമ്പിലെ വാഴ, തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. കഴിഞ്ഞ 2 ദിവസമായി മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ച് കൃഷിയിടങ്ങളിൽ വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു. പാട്ടുകര ഷെരീഫ്, മുല്ലക്കുന്നേൽ ജോണി എന്നിവരുടെ കൃഷിയിടങ്ങളിലെ നിരവധി തെങ്ങും കവുങ്ങും കൂടാതെ ഇഞ്ചി കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു. കൂടാതെ പുതുക്കാടുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുന്നതിനായി പുലർച്ചെ റോഡിലേക്കെത്തിയപ്പോൾ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട സംഭവവും ഉണ്ടായി. വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ കാട്ടാനയെ കണ്ടതിനാൽ കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്നതും കൃഷിനാശം വരുത്തുന്നതും പതിവായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കാട്ടാനശല്യം രൂക്ഷമായ ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് അധികൃതരുടെ അടിയന്തര നടപടി വേണമെന്ന് വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. റോഡരികിൽ കാട് വളർന്നു നിൽക്കുന്നത് പല അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ദിവസങ്ങളായി തമ്പടിക്കുന്ന കാട്ടാനകൾ കർഷകർക്ക് വലിയ നഷ്ടം വരുത്തുന്നുവെന്നും ആനയുടെ ശല്യം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവയെ ഉൾവനത്തിലേക്ക് അയക്കാൻ വനം വകുപ്പ് ഉടൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കർഷകരെയും പൊതുജനങ്ങളെയും അണിനിരത്തി ശക്തമായ സമരപ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാകുമെന്നും വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് KM ഹൈദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VP ഉസ്മാൻ പ്രസംഗിച്ചു.
മലക്കപ്പാറ അരേക്കാപ്പ ഊരിൽ കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടം ആദിവാസി ഊരിലെ ഒരു വീട് തകർത്തു. ആളപായമില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 3:30യോടെയായിരുന്നു ആക്രമണം. ഊര് നിവാസി ബാലൻ മണിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. വീടിന്റെ പുറകുവശമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ഷീറ്റ് മേഞ്ഞ വീടിന്റെ പുറകുവശത്തെ മുറികളാണ് തകർത്തത്. ചുവരുകളും കട്ടിളയും ഉൾപ്പെടെ ആനക്കൂട്ടം കുത്തിമറച്ചിട്ടു. ശബ്ദം കേട്ട് സമീപത്ത് താമസിക്കുന്നവർ ഓടിക്കൂടി ശബ്ദമുണ്ടാക്കിയാണ് മണിക്കൂറുകൾക്ക് ശേഷം ഇടമലയാർ റിസർവോയറിലേക്ക് ആനയെ തുരത്താൻ ആയത്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നത് അപകടം ഒഴിവാക്കി. ബാലന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി കുറച്ചു ദിവസമായി ബാലനും കുടുംബവും വെറ്റിലപ്പാറയിലാണ് താമസിക്കുന്നത്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വിലവർദ്ധനവ് പ്രഖ്യാപിച്ച് എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന് 48.5 രൂപയാണ് വർദ്ധിക്കുന്നത്. ഒക്ടോബർ 1 തീയതി മുതൽ വിലവർദ്ധനവ് പ്രാബല്യത്തിൽ വന്നതായി കമ്പനികൾ പുറത്തിറക്കിയ അറിയിപ്പ് പറയുന്നു. LPG സിലിണ്ടറുകളെ ആശ്രയിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതാണ് പുതിയ തീരുമാനം. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകൾക്ക് പുറമെ 5 കിലോഗ്രാമിന്റെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറിനും വില കൂടിയിട്ടുണ്ട്. ഇത്തരം സിലിണ്ടറുകളുടെ വിലയിൽ ഇന്നു മുതൽ 12 രൂപയുടെ വർധനവുണ്ടാകും. കഴിഞ്ഞ മാസം ആദ്യത്തിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് 19 കിലോഗ്രാം സിലിണ്ടറിന് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വില വർധനവ് ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ല. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കൂടുന്നത് ഹോട്ടൽ ഭക്ഷണത്തിന്റെ അടക്കം വിലയിൽ പ്രതിഫലിച്ചേക്കും. ലോക വയോജന ദിനത്തിൽ അളഗപ്പനഗർ പഞ്ചായത്തിന്റെയും തണൽ സംഘടനയുടെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സംഗമം നടത്തി. ആമ്പല്ലൂരിൽ നടന്ന പരിപാടി KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. തണൽ സംഘടനാ പ്രസിഡന്റ് CK കൊച്ചുകുട്ടൻ, പെൻഷൻ സംഘടനാ പ്രസിഡന്റ് ശാന്താകുമാരി, ജനപ്രതിനിധികളായ ജിജോ ജോൺ, പ്രിൻസി ഡേവിസ്, PK ശേഖരൻ, PS ദിനിൽ, സജന ഷിബു, അശ്വതി പ്രവീൺ, ശൈലജ നാരായണൻ, PS പ്രീജു, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ICDS സൂപ്പർവൈസർ സുധാകുമാരി, തണൽ സംഘടനാ ഭാരവാഹികളായ സുകുമാരൻ, നന്ദകുമാർ, MA ജോർജ്, KJ വർക്കി, ഫ്രാങ്കോ, PM ഹനീഫ എന്നിവർ പ്രസംഗിച്ചു. ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ സോന, ഡോക്ടർ MG രാമചന്ദ്രൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് ലോക വയോജന ദിനമാണ്. 1990 ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഡിസംബർ മാസം 14 തീയതി എല്ലാ വർഷവും ഒക്ടോബർ മാസം 1 തീയതി വയോജന ദിനമായി ആചരിക്കണമെന്ന് 1990 ഡിസംബർ മാസം 14 തീയതിയിലെ ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ വെച്ച് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി 1991 മുതൽ ഒക്ടോബർ 1 തീയതി എല്ലാ വർഷവും ലോകത്താകെ വയോജന ദിനമായി. സാർവദേശീയ വയോജന ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിലെ വിവിധ യൂണിറ്റുകളിൽ വയോജന ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കൊടകരയിലും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മറ്റത്തൂരിലും, TG അശോകൻ വരന്തരപ്പള്ളിയിലും, പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പുതുക്കാടും, V സന്തോഷ് നെന്മണിക്കരയിലും, K സദാനന്ദൻ തൃക്കൂർ യൂണിറ്റിലും വയോജന ദിനം ഉദ്ഘാടനം ചെയ്തു. 80 കഴിഞ്ഞ മുതിർന്ന പൗരന്മാരായ പെൻഷൻകാരെ ആദരിച്ചു. മുതിർന്നവരുടെ ആരോഗ്യ സുരക്ഷ, വയോജന സംരക്ഷണ നിയമം തുടങ്ങിയ ക്ലാസുകൾ കൂടാതെ പ്രശ്നോത്തരി, കലാപരിപാടികൾ എന്നിവയും 7 യൂണിറ്റുകളിലും നടത്തി. 102 വയസ്സ് പൂർത്തീകരിച്ച വർക്കി നെറ്റിക്കാടിനെയും മേരി മാത്യു തോട്ടാനെയും അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത് കൈപ്പള്ളി, KP ശ്രീധരൻ, ക്ലാര ജോണി, നിസാർ കറപ്പമീട്ടിൽ, സിജിൽ ചന്ദ്രൻ, IR സതീശൻ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ചാക്കോച്ചൻ കോട്ടയ്ക്കൽ, ജോയ് പുരയിടം എന്നിവർ സന്നിഹിതരായി. വയോജന ദിനത്തിൽ വൃദ്ധ ദമ്പതികളെ ആദരിച്ച് വരന്തരപ്പള്ളി സെയിന്റ് ആന്റണീസ് LP സ്കൂൾ, പോൾ, ത്രേസ്യ എന്നിവരെയാണ് പൊന്നാട നൽകി ആദരിച്ചത്. പ്രധാനാധ്യാപകൻ KJ സെബി, PTA പ്രസിഡന്റ് NV തോമസ്, ജ്യോതി ജോസ്, ഷൈനി ജോസ്, ജോസ്ന ജോസഫ്, ഇവാന റോസ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ സ്കൂൾ പത്രം ധ്വനിയുടെ പ്രകാശനവും നടന്നു.
അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ തണൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ ലോക വയോജന ദിനത്തിൽ വാർഡിലെ വയോജനങ്ങൾ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. തണൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കുക, വൈദ്യുതി പുനഃസ്ഥാപിക്കുക, മാനസികോല്ലാസത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക, യോഗ ക്ലാസ് സംഘടിപ്പിക്കുക, മാസത്തിൽ മീറ്റിംഗ് നടത്തുക, വാർഷിക പരിപാടികൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 2020-ൽ ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടം വയോജനങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടതാണെന്നും സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ വൈദ്യുതി പോലും 2 മാസമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. പലതവണ അധികൃതരെ ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ പറഞ്ഞു. കെ.വി. സണ്ണി, ഉഷ ഉണ്ണി എന്നിവർ സന്നിഹിതരായി. 2018-19 സാമ്പത്തിക വർഷത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരാക്കര അളഗപ്പനഗർ പഞ്ചായത്തിൽ 9ാം വാർഡിൽ സ്ഥാപിതമായി 2020 സെപ്റ്റംബർ 12-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞ തണൽ കെട്ടിടത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അതിൽ വന്ന അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. 4 വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി പലതവണ പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് നേരിട്ടും ഗ്രാമസഭയിലും നമ്മളതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നാളെ ഇതുവരെ പ്രവർത്തനമായിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ അതിന്റെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. 2 മാസത്തോളമായിട്ട് വൈദ്യുതി ഇല്ല. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ 9ാം വാർഡാണിത്. ഇത് തണൽ കെട്ടിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വേണ്ടത്ര പ്രവർത്തനം നടക്കണില്ല. ഇത് താക്കോല് സൂക്ഷിക്കുമ്പോൾ ആരെ കയ്യിലാണെന്ന് പറയാനും പറ്റില്ല. മെമ്പറെ കയ്യിലാണെന്ന് ഒരു കൂട്ടം പറയും. താക്കോല് കിട്ടിയത് സുഖകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന് ലോക വയോജന ദിനം കൂടിയാണ്. ഈ വയോജന ദിനത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധം നമ്മളിവിടെ രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇത് 4 വർഷമായി ഇത് പ്രവർത്തനം തുടങ്ങിയിരുന്നുവെങ്കിലും ഇത് വയോജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നേതൃത്വം ഈ വാർഡ് മെമ്പറിൽ നിന്നുണ്ടായിട്ടില്ല. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ തണൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ വാർഡിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവുമായി പഞ്ചായത്ത് അംഗം ജിജോ ജോൺ രംഗത്ത്. തണൽ സംഘടനയിൽ ഉൾപ്പെട്ട 3 പേർ മാത്രമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മറ്റുള്ളവർ തണൽ സംഘടനയിൽ ഉൾപ്പെടുത്താത്തവരാണെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. പുതിയ ഭരണസമിതിയോടുള്ള വിദ്വേഷമാണ് പ്രതിഷേധ പരിപാടിയെന്നും തണൽ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങളും താക്കോലും തണൽ ഭാരവാഹികൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പഞ്ചായത്ത് അംഗത്തെ ആക്ഷേപിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണ് പ്രതിഷേധം നടന്നതെന്നും പഞ്ചായത്ത് അംഗം ജിജോ ജോൺ കുറ്റപ്പെടുത്തി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് നടന്ന പ്രതിഷേധം എന്ന് വെച്ചാൽ നമ്മുടെ മുൻ പ്രസിഡന്റ് ദേവസ്വേട്ടൻ അത് കുറച്ചാളെ താക്കോൽ വേണമെന്ന് വെച്ചാൽ താക്കോലിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തനം പാർട്ടി മീറ്റിങ്ങിനാണ്. അതിനുവേണ്ടി നമുക്ക് തണൽ ഓഫീസ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഭാരവാഹികൾ അറിയിച്ചതിന് തുടർന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. അപ്പോൾ അതിൽ തികച്ചും നമുക്കറിയാം അടുത്ത വർഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് നമ്മുടെ മെമ്പറെ മാനാനുവരുത്താനും കൂടുതൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് അറിയിക്കുകയാണ്. ലോക വയോജന ദിനാചരണത്തിൽ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗം ജോസി ജോണി, MPTA പ്രസിഡന്റ് സുഹൃത് സോന, GC ജോസഫ്, വൈഗ എന്നിവർ പ്രസംഗിച്ചു. ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ സമാപിക്കുന്നു. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ സ്വദേശി പൊന്നോക്കാരൻ വീട്ടിൽ നെയ്മർ എന്ന 26 വയസ്സുള്ള നിനോയെയാണ് അറസ്റ്റിലായത്. ഇയാളുടെ പേരിൽ വധശ്രമം, ഭീഷണിപ്പെടുത്തൽ, മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങി നിരവധി കേസുകൾ നിലവിലുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ജിയോ കറുമ്പൂസിന്റെ സംഘത്തിലെ അംഗം കൂടിയാണ് നിനോ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി അടിപ്പാതയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരൻ നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെസ്റ്റ് ചാലക്കുടി ആശാരിപ്പറമ്പ് വീട്ടിൽ അലക്സാണ്ടർ എന്ന 64-കാരനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. ട്രാംവേ റോഡിൽ നിന്നും വരികയായിരുന്ന ലോറി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനായി തിരിയുന്നതിനിടയിൽ ഇടതുവശത്തുകൂടെ ബൈക്ക് യാത്രക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ടെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒന്നോ രണ്ടോ ആക്സിഡന്റ് ചെറിയ രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം വണ്ടി തിരിയാനുള്ള സൗകര്യമില്ല, ബെൽമൗത്തില്ല. ഏറ്റവും ആദ്യം അതാണ് ഈ അടിപ്പാതയുടെ പ്രശ്നം തീർക്കേണ്ടത്. MLA ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ഇതിപ്പോൾ ഒരു അടിപ്പാത വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ടായി. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. രാവിലെ സ്കൂൾ വിടുന്ന സമയത്ത് ഒരു 10-50 കാറെങ്കിലും വരിയായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്നു പോകാൻ ജോലിക്കാർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാർ, ഗവൺമെൻറ് ജോലിക്കാർ എല്ലാവരും രാവിലെ 9-നും 10-നും ഇടയ്ക്ക് ഈ അടിപ്പാതയിൽ ഒരു തിരക്കാണ്. ഒരു ബുദ്ധിമുട്ടായി വരുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ ബെൽമൗത്ത് ശരിയാക്കി ഇവിടുത്തെ പ്രശ്നം തീർക്കണം എന്നാണ് പറയാനുള്ളത്. കൊടകര പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3-ന് വൈകിട്ട് 6:45-ന് നവരാത്രി നൃത്തസംഗീതോത്സവത്തിന് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, ഊരാളൻ പടിഞ്ഞാറം കുന്നത്ത് ജയസൂര്യ നമ്പൂതിരി എന്നിവർ ഭദ്രദീപം തെളിയിക്കും. ഇതോടനുബന്ധിച്ച് നടത്തുന്ന യോഗം സീരിയൽ ആർട്ടിസ്റ്റ് ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്യും. ഗായിക വർഷ വിക്രം മുഖ്യാതിഥിയാകും. ദേവസ്വം പ്രസിഡന്റ് D. നിർമ്മൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 7:30-ന് രാധേയം നൃത്തവിദ്യാലയത്തിന്റെ രംഗപൂജ അരങ്ങേറും. 4-ന് വൈകിട്ട് 7-ന് ശിവതാണ്ഡവം നൃത്തവും വിവിധ കലാപരിപാടികൾ. 5-ന് വൈകിട്ട് 7-ന് വെല്ലപ്പാടി കേളി നടനത്തിന്റെ കലാപരിപാടികൾ. 6-ന് വൈകിട്ട് 7-ന് ഗുജറാത്തി ഡാൻസ്, ലക്ഷ്മി സംഘത്തിന്റെ തിരുവാതിരക്കളി. 8-ന് വൈകിട്ട് 7-ന് കൊടകര കേന്ദ്ര ഗ്രന്ഥശാല കലാസാഹിത്യ കൂട്ടായ്മയുടെ തിരുവാതിരക്കളി. 9-ന് വൈകിട്ട് പ്രാണ യോഗ സെന്ററിന്റെ തിരുവാതിരക്കളി. 10-ന് വൈകിട്ട് രാധേയത്തിന്റെ നൃത്യങ്ങൾ. ദുർഗാഷ്ടമി ദിനമായ 11-ന് വൈകിട്ട് നടരാജ നൃത്തവിദ്യാലയത്തിന്റെ നൃത്യങ്ങൾ. മഹാനവമി ദിനമായ 12-ന് വൈകിട്ട് ഹരികൃഷ്ണ ബാലഗോകുലം, പൂന്നിലാർക്കാവ് കളരി സംഘം എന്നിവയുടെ കലാപരിപാടികൾ. കാർത്തിക തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളി. 13-ന് രാവിലെ 7:30-ന് എഴുത്തിനിരുത്തൽ. 8-ന് സംഗീതാർച്ചന. വൈകിട്ട് 7-ന് നാട്യഗൃഹം നൃത്തവിദ്യാലയത്തിന്റെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. പൂജവെപ്പ് നാളുകളിൽ ക്ഷേത്ര നടപ്പുരയിൽ ദേശത്തെ ഭക്തഗ്രഹങ്ങളിൽ നിന്നും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്ന കായക്കുലകൾ പഴുപ്പിച്ച് വിധാനിക്കും. വിദ്യാരംഭ ദിനത്തിൽ രാവിലെ നടക്കുന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിന് സംസ്കൃതം അധ്യാപകൻ A. ശങ്കരനാരായണൻ നേതൃത്വം നൽകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി നടുവത്ത് പത്മനാഭൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി E. രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ, ഭരണസമിതി അംഗം VS വത്സകുമാർ, ഉണ്ണി പോറാത്ത് എന്നിവർ പങ്കെടുത്തു. പൂജ അവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ 11 വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. ഇത്തവണ ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരമാണ് പൂജവെപ്പ്. സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വയ്ക്കുന്നതെങ്കിലും ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് 10-ന് വൈകുന്നേരമായിരിക്കും പൂജവെപ്പ് നടക്കുക. 11, 12 തീയതികളിലെ ദുർഗാഷ്ടമി, മഹാനവമി പൂജകൾക്ക് ശേഷം 13-ന് രാവിലെ വിജയദശമി പൂജയ്ക്കും ശേഷമാണ് എടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 11-ന് കൂടി അവധി നൽകണമെന്നാവശ്യപ്പെട്ട അധ്യാപക സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചുകൊണ്ട് തീരുമാനമെടുത്തത്. പ്രളയക്കെടുതികൾക്ക് ഒരു കൈത്താങ്ങായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറി നഷ്ടം സംഭവിച്ച കല്ലൂർ വെസ്റ്റ് യൂണിറ്റിലെ ഞെള്ളൂർ ഭാഗങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് 25,000 രൂപയുടെ ധനസഹായമാണ് നൽകിയത്. സെക്രട്ടറി NR വിനോദ് കുമാർ, കല്ലൂർ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് E. വാസുദേവൻ നായർ, ജനറൽ സെക്രട്ടറി സജിത് രാമൻ എന്നിവർക്ക് കൈമാറി. പുതുക്കാട് മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ സെബാസ്റ്റ്യൻ മഞ്ഞളി, മണ്ഡലം കൺവീനർ രഞ്ജിമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. KK നാരായണൻ സ്മാരക അവാർഡ് ദാനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV അനിത സന്നിഹിതയായി. വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. CB സുമേഷിനെ പ്രസിഡന്റായും CR രാജേഷിനെ വൈസ് പ്രസിഡന്റായും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി K. വിജീഷ് കുമാർ, NU മോഹൻദാസ്, PP സിജോ, KT ഗീത, ശശികല ബിജുമോൻ, അധീഷ് ജോസഫ്, ബിജു കാട്ടൂക്കാരൻ, ലീല വിജയൻ, CK ജിനേഷ്, CV ശ്രീജിത്ത്, ലിയ ഫ്രാൻസിസ് എന്നിവരെയും തെരഞ്ഞെടുത്തു.
കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഈ മാസം 6-ന് നടക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാദ്യകലാകാരനും മേള പരിശീലകനുമായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ പഞ്ചാരി അഭ്യസിച്ച് 24 പേരാണ് അരങ്ങേറ്റം നടത്തുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 6-ന് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി അരങ്ങേറ്റ മേളം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് PM നാരായണമാരാർ, സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, സുരേഷ് തുറവ്, ജയകൃഷ്ണൻ കാവിൽ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി മുപ്ലിയം ഉപ്പുഴിയിൽ BJP ബൂത്ത് കമ്മിറ്റിയും തൃശൂർ സീതാറാം ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP ബൂത്ത് പ്രസിഡന്റ് MB സതീശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആനന്ദ് മോഹൻ, ഡോക്ടർ അരവിന്ദ് രാഹുൽ മേനോൻ എന്നിവർ സംസാരിച്ചു. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ രക്ഷാധികാരികളായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും പൗരപ്രമുഖരും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും മുപ്ലിയത്തെ വിവിധ ക്ലബ്ബ് പ്രതിനിധികളും പങ്കെടുത്തു. ഒക്ടോബർ 5-നാണ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് ലളിതാ സഹസ്രനാമ ജപ പാരായണം, നിറമാല എന്നിവയോടെ ഒക്ടോബർ 3 വ്യാഴാഴ്ച മുതൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഒക്ടോബർ 10 വ്യാഴാഴ്ച വൈകുന്നേരം പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കും. ഒക്ടോബർ 12 ശനിയാഴ്ച തിരുവോണം, മഹാനവമി വൈകിട്ട് ചുറ്റുവിളക്ക്, 13 ഞായറാഴ്ച പൂജ എടുക്കൽ, വിജയദശമി, എഴുത്തിനെടുത്തൽ, വാഹനപൂജ എന്നിവയും ഉണ്ടായിരിക്കും. ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ മണ്ണുത്തി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ TA വിദ്യയെ കേരള ബ്രാഹ്മണ സഭ തൃക്കൂർ ഉപസഭയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ആദരിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉപഹാരം നൽകി അനുമോദിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം ഷീബ നികേഷ്, PK ഹരിഹരൻ, VN കൃഷ്ണൻ, TA ദിനേശ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്കണോമിക്സ് വിഷയത്തിൽ അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായവർ ഒക്ടോബർ 10-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിനായി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി ഹാജരാകണം. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7050 രൂപയും പവന് 56,400 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് വടക്കേത്തുറവ് റെയിൽവേ സ്റ്റേഷൻ റോഡ് താഴത്തുവീട്ടിൽ മനോജ് അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആശയാണ് ഭാര്യ. രോഹിത്, രതുൽ എന്നിവർ മക്കളാണ്. നന്ദിപുലം താണിക്കാട്ടി പരേതനായ ശങ്കരൻ ഭാര്യ ശാരദ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുനിത, സുനിൽ എന്നിവർ മക്കളും സുനിൽ, ജിഷ എന്നിവർ മരുമക്കളുമാണ്. തൃക്കൂർ കണ്ണൂക്കാടൻ രാമകൃഷ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് വടൂക്കര ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പള്ളി വെള്ളിക്കുളങ്ങര മേഖലകളിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. വലിയ കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് നേരെ ആക്രമണമുണ്ടായി. ഇഞ്ചക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ചു. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന് 48.5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര പൂന്തിലാർക്കാവ് ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.